വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് ഒരു FEGയിലേക്ക് ഇറങ്ങി നല്ല സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇൻഡിസിഷനിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ സപ്പോർട്ട് ഏരിയ തന്നെയാണ് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ വരുന്നത് ഇവിടെയാണ്. അപ്പൊ ഇത്രയാണ് താഴോട്ടേക്ക് വരുന്ന ഏരിയാസ് ഉള്ളത്. അതുപോലെ മുകളിലോട്ട് വരുന്ന സമയത്തും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇന്നലത്തെ ഹൈ തന്നെയാണ്. അതിന്റെ മുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു FEG ഉണ്ട്. അവിടേക്കും ഒരുപക്ഷെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട്. ഇനി കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ ഈ ഏരിയാസ് ആണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം. ആദ്യം താഴ്ന്ന സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 3279.700, 3295.260. അടുത്തത് 3314.051. അടുത്തത് 3326.675. അടുത്തത് 3354.274. അടുത്ത് 3367.192. അടുത്തത് 3390.386. 3403.892. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു കൺസോളേഷൻ ആയിരുന്നു മാർക്കറ്റ്. എന്നിട്ട് അതിനുശേഷം താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നാലും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. വീണ്ടും മാർക്കറ്റ് ആ ലെവലിലേക്ക് തന്നെ വരുന്നുണ്ട്. ആ ലെവലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിടുന്നുണ്ട്. ഇനി 50 മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരുന്ന ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ലോയ്ക്ക് ശേഷം, അതായത് ലോ എടുത്തിട്ട് താഴോട്ടേക്ക് വന്നിട്ട് ഈ സപ്പോർട്ടിൽ നിന്നിട്ട് ഒരുപക്ഷെ നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. നല്ല സപ്പോർട്ട് ആയിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു സപ്പോർട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോ ശ്രദ്ധിക്കേണ്ട നല്ല സപ്പോർട്ട് ആയിരിക്കണം. ഡബിൾ കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സിംഗിൾ കൺഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. ബൈ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഇന്നും തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാർക്കറ്റ് ഈ റേഞ്ചിൽ ഇങ്ങനെ നിന്നിട്ട് ചിലപ്പോഴൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 50 മിനിറ്റ്സിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ് ഈ കാണുന്ന റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന വൺ അവറിന് തൊട്ട് മുകളിലുള്ള റേഞ്ച് ആണ്. അപ്പൊ അവിടേക്കും മാർക്കറ്റ് വരുന്ന സമയത്ത് ഒന്ന് നോക്കുക. ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒരു മൂവ്മെന്റ് തരാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയയിലും ഈ പറഞ്ഞ ആക്ഷൻസ് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും മാർക്കറ്റിൽ നിന്നൊരു നല്ല സപ്പോർട്ട് ഏരിയകളിൽ അല്ലെങ്കിൽ നല്ല റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നതിന് ശേഷം ചെറിയ ചെറിയ കൺഫർമേഷൻസ് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റിന്റെ മൊമെന്റ് നോക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് അഡീഷണൽ കൺഫർമേഷൻസ് എടുക്കുക. ഒന്നോ രണ്ടോ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.